പിറന്നു വീണ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി വെള്ളക്കാരന്റെ തോക്കുകൾക്ക് മുമ്പിൽ ചെറുത്തുനിൽപ്പിന്റെ മതിലുകൾ തീർത്ത മാതൃരാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവനും ജീവിതവും ബലിയർപ്പിച്ചവരായിരുന്നു ഈ സമുദായത്തിന്റെ മുൻഗാമികൾ. കാരണം ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. ഇന്ത്യ ജനിച്ച മണ്ണിനോടുള്ള കൂറും സ്നേഹവും പ്രകൃതിപരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃഭൂമിയായ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്യുമ്പോൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലൈ വലൗലാ അന്ന ഖൗമി അഖ്രിജൂനി മിൻ മാ സകന്തു ഗൈറകി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ്. എത്ര സുന്ദരമാണ് മക്ക. എന്നാൽ വലൗല അന്ന ഖൗമി അഖ്രിജൂനി മിൻ, എൻ്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകുമായിരുന്നില്ല. മാ സകന്തു ഗൈറകി, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞേനെ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ നോക്കിയിട്ട് പറയുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹമാണ് ഈ ഹദീസ് വിളിച്ചു പറയുന്നത്. സ്വരാജ്യത്തോടുള്ള സ്നേഹം അത് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. അതായിരുന്നല്ലോ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരിൽ വലിയ ഒരു പങ്കും ന്യൂനപക്ഷമാകുന്ന മുസ്ലിമീങ്ങളുടേതായിരുന്നു, പണ്ഡിതന്മാരുടേതായിരുന്നു, ഈ സമുദായത്തിലെ ഉലമാക്കളുടേതായിരുന്നു.